ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിന് നേരെയുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടാണല്ലോ. ഈ GPS സ്പൂഫിങ്ങിലൂടെ വിമാനത്തിന്റെ ലക്ഷ്യം തെറ്റിക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ബൽറാം. ഉന്മേഷ്, ഈ മ്യാൻമർ ദുരിതാശ്വാസ പ്രവർത്തന ദൗത്യത്തിനിടെയാണ്, ബ്രഹ്മയ്ക്കിടെയാണ് ഈ ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം ഇന്ത്യൻ വ്യോമസേന വിമാനത്തിന് നേരെ നടന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കൂറ്റൻ വിമാനമായ C-130J വിമാനത്തിന് നേരെയാണ് ഈ ആക്രമണ ശ്രമം ഉണ്ടായത്. ഈ വിമാനത്തിന്റെ GPS സ്പൂഫിംഗ് നടത്തി അതിന്റെ ലക്ഷ്യം തെറ്റിക്കാനുള്ള ശ്രമമാണ് നടന്നത്. എന്നാൽ ഈ ശ്രമം ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റുമാർ ഇന്റേണൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് പിന്നീട് പറക്കൽ നടത്തിയത്. അതേസമയം ഈ ആക്രമണം നടത്തിയത് എവിടെ നിന്നാണ്, ആരാണ് ഇതിന് പിന്നിൽ എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ശക്തികളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമാണോ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യോമസേന പരിശോധിച്ച് വരികയാണ്. ഈ രക്ഷാദൌത്യത്തിനിടെ ഇത്തരത്തിൽ ഒരു ആക്രമണം, സൈബർ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യമായി വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് മ്യാൻമറിന്റെ ഫ്ലൈയിങ് സോണിലൂടെ പറക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണ ശ്രമം ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിന് നേരെയുണ്ടായത്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.